എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഫുട്ബോൾ ഇതിന് ചുറ്റുമായിരിക്കും ഇനി 38 ദിവസം ലോകം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തുള്ള ഫുട്ബോൾ പ്രേമികൾ, ലോകത്തുള്ള മനുഷ്യരാശിയുടെ 90% ജനങ്ങളും ഈ ബോളിന് ചുറ്റും കറങ്ങുന്ന ഒരു 1.5 മാസക്കാലമാണ് ഇനി നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഇന്ദ്രജാലം തീർക്കുന്ന ഈ മാന്ത്രികമായ ബോളിന് ചുറ്റുമായിരിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ ചിന്തയും നമ്മുടെ വർത്തമാനങ്ങളും ചായക്കടയിലെ സംസാരങ്ങളും വെയിറ്റിംഗ് ഷെഡിലെ സംസാരങ്ങളൊക്കെയും. അത്രമാത്രം മാന്ത്രികമായ ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോള്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പോലെ ലോകത്തുള്ള മനുഷ്യ സമൂഹം ഈ ബോളിന് ചുറ്റും കറങ്ങുന്ന ഒരു 38 ദിവസത്തെയാണ് ഇനിയുള്ള ഓരോ മണിക്കൂറുകളിലും നമ്മൾ പിന്നിടുന്നത്. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്ന് ഇന്ന് വരെ ലോക ഫുട്ബോളിൽ ഇന്ന് വരെ ഒരു ടീമും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമുക്കൊക്കെ കൂടുതൽ ആളുകൾക്ക് അറിയാത്ത ഒരു സത്യം എന്ന് പറയുന്നത് ഇന്ത്യ ലോകകപ്പിൽ യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ കളിപ്രേമികൾക്ക് അത്ര കണ്ട് അറിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 1950 ബ്രസീലിൽ വെച്ച് നടന്ന ലോകകപ്പിലേക്കാണ് ഇന്ത്യ യോഗ്യത നേടിയത്. 1950 യോഗ്യതാ റൗണ്ടിൽ മ്യാൻമർ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പിന്മാറുകയും അതുകൊണ്ട് തന്നെ ഇന്ത്യ ലോകകപ്പിന്റെ വേദിയിലേക്ക്, ലോകകപ്പിന്റെ മത്സരത്തിലേക്ക് 1950 ബ്രസീലിൽ നടന്ന ലോകകപ്പിലേക്ക് യോഗ്യത നേടുകയുണ്ടായി. ആ ലോകകപ്പിൽ യോഗ്യത നേടിയപ്പോൾ നമ്മൾ 3-ാം ഗ്രൂപ്പിലായിരുന്നു യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നത്. സ്വീഡൻ, ഇറ്റലി, പരാഗ്വേ തുടങ്ങിയ 3 രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മൾ യോഗ്യത നേടിയത്. എന്നാൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഫുട്ബോളിൽ യോഗ്യത നേടിയതിൽ നിന്ന് നമ്മൾ പിന്മാറുകയും അങ്ങനെ ആ ലോകകപ്പിൽ ഇന്ത്യ കളിക്കാതിരിക്കുകയുമാണ് ചെയ്തത് എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ചരിത്ര വിദ്യാർത്ഥികൾ ഇന്ത്യ ലോകകപ്പിൽ യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ട. 1950 ബ്രസീൽ ലോകകപ്പിൽ ഇന്ത്യ യോഗ്യത നേടുകയുണ്ടായി. എന്നാൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ പിന്മാറ്റം നടത്തിയത് കൊണ്ട് മാത്രമാണ് ആ ഫുട്ബോളിൽ ലോകകപ്പിൽ നമ്മൾ മത്സരിക്കാതിരുന്നത്, പങ്കെടുക്കാതിരുന്നത്. അതിൻ്റെ പിന്നിൽ പല കഥകളുമുണ്ട്. നമ്മൾ നഗ്നപാദങ്ങൾ കൊണ്ടായിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നതെന്നും എന്നാൽ ബൂട്ട് അണിഞ്ഞുകൊണ്ട് കളിക്കാൻ നമുക്ക് അറിയാത്തതിനാൽ നമ്മൾ കളിയിൽ നിന്നും സ്വമേധയാ പിന്മാറിയതാണ് എന്നുമാണ് ഒരു കഥ. സത്യത്തിൽ ആ കഥയല്ല ശരി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു തെറ്റായ കഥയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെയാണ് ഈ ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയത് എന്ന് നമുക്കറിയാലോ. 1947 സ്വാതന്ത്ര്യം നേടി. 1950 ബ്രസീലിലെ ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യം വളരെ പ്രയാസമുള്ളതായതുകൊണ്ട് ബ്രസീലിൽ പോയി ഒരു ടീമിനെ ലോകകപ്പിൽ കളിപ്പിക്കാനുള്ള ശേഷി അന്ന് ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തയിൽ നമ്മൾ ലോകകപ്പിനേക്കാൾ അന്ന് ലോകകപ്പ് എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രശസ്തമായ, ലോകം ഉറ്റുനോക്കുന്ന ഈ ബോളിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. അതുകൊണ്ട് ലോകകപ്പിനേക്കാൾ നമ്മൾ ഒളിമ്പിക്സിനായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതാണ് വലിയ കാര്യമെന്നും ലോകകപ്പിൽ പങ്കെടുക്കുന്നത് അത്ര വലിയ കാര്യമല്ലെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയുടെയും അടിസ്ഥാനത്തിൽ സ്വമേധയാ ഓൾ ഇന്ത്യ ഫെഡറേഷൻ, ഫുട്ബോൾ ഫെഡറേഷൻ ഇതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത് എന്നാണ്
ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. 1950 ലോകകപ്പിൽ യോഗ്യത നേടിയതിനു ശേഷം ഇന്ത്യ പിന്നീട് ഒരു ലോകകപ്പിൽ ഫിഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് 2017 അണ്ടർ 17 വിഭാഗത്തിൽ വരുന്ന ലോകകപ്പിലെ ആതിഥേയരായ രാജ്യമായിരുന്നു അന്ന് ഇന്ത്യ. ആ 2017 ആതിഥേയത്വം വഹിച്ച രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യക്ക് ആ അണ്ടർ 17 ലോകകപ്പിൽ പങ്കാളിയാവാൻ സാധിക്കുകയും അങ്ങനെ 2017 ആതിഥേയ രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യ ഈ പുരുഷ വിഭാഗത്തിൽപ്പെടുന്ന ഫിഫയുടെ അണ്ടർ 17 ലോകകപ്പിൽ ജൂനിയർ ടീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജേഴ്സിയിൽ ലോകത്തിൽ ആദ്യമായി ഫിഫയുടെ ഒരു ലോകകപ്പ് മത്സരത്തിൽ അണ്ടർ 17 ജൂനിയർ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യ 2 പ്രാവശ്യമാണ് ലോകകപ്പിൽ ഒരിക്കൽ യോഗ്യത നേടി, എന്നാൽ മത്സരിച്ചില്ല. പിന്നെ അണ്ടർ 17 ആതിഥേയത്വ രാജ്യം എന്നുള്ള നിലക്ക് നമ്മൾ പങ്കെടുത്തു, പക്ഷെ വിജയിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ലോകകപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്ന 10, 15, 20 ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ലോകകപ്പിൽ പങ്കെടുക്കുന്ന നമ്മളിപ്പോൾ എല്ലാവരും ആരാധിക്കുക എന്നുള്ള പദത്തിനോട് എനിക്ക് വിയോജിപ്പാണ്. കാരണം ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളിക്കാർ, റൊണാൾഡോ, അതോടൊപ്പം തന്നെ പിന്നെ റൊണാൾഡീഞ്ഞോ, അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, പെലെ, ഇങ്ങനെ ഒരുപാട്, മർഡോണ, റോബർട്ടോ കാർലോസ്, ഇങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് കളിക്കാരുടെ പേരുകൾ നമുക്കിന്ന് മനസ്സിൽ തത്തിക്കളിക്കുന്ന പേരുകളാണ്. അവരുടെ ചരിത്രം, അവരുടെ ജീവിതം, അവരുടെ അനുഭവങ്ങൾ എല്ലാം നമുക്ക് ബൈഹാർട്ടാണ്. എന്നാൽ അങ്ങനെ പറയപ്പെടുന്ന ഒരു കളിക്കാരനെ പോലും 140 കോടി ജനങ്ങളിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മഹത്തായ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും നമ്മൾ ലോകകപ്പിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ലോകകപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര മറ്റ് താരങ്ങളോടൊപ്പമല്ല, മറ്റ് രാജ്യക്കാരായ കളിക്കാരോടൊപ്പം അരമണിക്കൂർ പോലും ഓടി പൂർത്തിയാക്കാൻ പോലും, അല്ലെങ്കിൽ ആ ബോളിന് പിന്നിലെ ഓടി കിതച്ചു പോകുന്ന ഒരു സാഹചര്യമാണെന്നാണ് പറയപ്പെടുന്നത്. സ്റ്റാമിനയുടെ കുറവും ജീനിന്റെ പ്രശ്നങ്ങളും അധിക സൗകര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പുൽത്തകിടുകളുടെ മൈതാനങ്ങളുടെയൊക്കെ അശാസ്ത്രീയതയുമാണ് നമുക്ക് അവരൊപ്പം മത്സരിച്ച് എത്താൻ സാധിക്കാത്തത് എന്നാണ് ഇന്ന് ലോകത്തുള്ള ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പൊതുവിൽ പറയുന്നത്. കൊച്ചു പ്രദേശത്ത് ചെന്നാലും ആയിരക്കണക്കിന്, നൂറുകണക്കിന് ഫ്ലക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതും കൂറ്റൻ ഫ്ലക്സുകളാണ്. അർജന്റീനയുടെ ഫ്ലക്സുകൾ, ബ്രസീലിന്റെ ഫ്ലക്സുകൾ, പോർച്ചുഗലിന്റെ ഫ്ലക്സുകൾ, ഇംഗ്ലണ്ടിന്റെ ഫ്ലക്സുകൾ, ഫ്രാൻസിന്റെ ഫ്ലക്സുകൾ, സ്പെയിനിന്റെ ഫ്ലക്സുകൾ, അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലക്സുകളും കൊടി തോരണങ്ങളും അവരുടെ ദേശീയ പതാകയും ഒക്കെ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, പ്രത്യേകിച്ചും മലബാറിൽ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം ഫുട്ബോൾ ഭ്രമമാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഈ കളിയോടുള്ള ഒരു ഭ്രാന്തി എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോ ഫ്ലോട്ടുകളൊക്കെ ഓരോ ടീമിന് വേണ്ടി ഓരോ ക്ലബുകളും ഓരോ ടീമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പ്രാദേശികമായ ഒരു സ്ഥലത്ത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ആ പണമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 5 വയസ്സ് മുതലേ ഈ കുട്ടികളെ ഈ രംഗത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അക്കാദമിക് സൗകര്യങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ അവർക്ക് അതിനു വേണ്ടിയുള്ള പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ, അതിനുള്ള വ്യായാമ മുറകൾ, അതിന് സൗകര്യമായ സിന്തറ്റിക് പുല്ലുകളുള്ള മൈതാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഓരോ പ്രദേശത്തു നിന്നും ഒരു 2 കുട്ടികളെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ, അങ്ങനെ അവർ വളരും തോറും ഇന്ത്യ സ്വതന്ത്രമായി ചില അക്കാദമികൾ തുടങ്ങിക്കൊണ്ട് അവിടെ സ്ഥിരമായി അവരെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഈ കായിക ക്ഷമതയും തിരിച്ചെടുക്കാൻ, വീണ്ടെടുക്കാൻ, അതിനുവേണ്ടി അവരെ സജ്ജീകരിക്കാൻ വേണ്ടി ഫുട്ബോളിന് ഇത്രമാത്രം നെഞ്ചേറ്റുന്ന നമ്മൾ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്
ബ്രസീലിലോ അർജന്റീനയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ ഇന്ത്യയുടേതായ സ്വതന്ത്രമായ അക്കാദമികൾ അവരുടെ നിയമനിർമ്മാണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി തുടങ്ങി നമ്മളെ കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഒരു ജൂനിയർ ടീമായിട്ടെങ്കിലും ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഈ അണ്ടർ 19 അണ്ടർ 17 പോലുള്ള ലോകകപ്പിൽ ആതിഥേയത്വം വഹിക്കാതെ തന്നെ ക്വാളിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ദേശീയ പതാക അവിടെ മൈതാനങ്ങളിൽ പാർന്ന രൂപത്തിലുള്ള ഒരു ടീമിനെ സുസജ്ജമാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ മൊത്തം അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം ഈ താരങ്ങളുടെ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ബോർഡുകളും ഒക്കെ നമ്മളിന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയായിരിക്കും അതിനു വേണ്ടി ആളുകൾ ചെലവഴിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഫുട്ബോളിന്റെ നെഞ്ചിലേറ്റുന്ന ആളുകൾ ചെലവാക്കിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു അർജന്റീനൻ ടീമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മെസ്സിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായി ക്രിസ്ത്യനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗലിന്റെ ഇതിഹാസ താരത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ അവരുടെ കളി കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മറ്റ് നല്ല ടീമുകൾ കളിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും, എന്നാൽ ഏതെങ്കിലും സങ്കുചിതമായ ടീമിനോടുള്ള വ്യക്തിപരമായ താല്പര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മത്സര ബുദ്ധിയോടുള്ള താല്പര്യത്തിനപ്പുറം കളിയോടുള്ള ഒരു മുഹബത്താണ്, കളിയോടുള്ള ഒരു ഇഷ്ടമാണ്. ആ കാൽപന്തിന്റെ ഇന്ദ്രജാലം, മായാജാലം, അതിന്റെ മാന്ത്രികതയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സത്യത്തിൽ ഞാൻ അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. ഇനി അർജന്റീന കപ്പടിച്ചിട്ടില്ലെങ്കിൽ പോർച്ചുഗൽ കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ വെക്കുന്ന ആളുകളോട് എനിക്ക് ആവശ്യപ്പെടാണ്, ഇതൊക്കെ നിങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും നിങ്ങളുടെ അധ്വാനവും അതോടൊപ്പം സ്റ്റേറ്റും അതോടൊപ്പം കേന്ദ്രവുമൊക്കെ അതിനുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ കുട്ടികളെ വാർത്തെടുക്കാനുള്ള 140 കോടി ജനങ്ങളിൽ നിന്ന് 20 ആളുകളെ കണ്ടെത്താൻ അല്ലെങ്കിൽ 25 ആളുകളെ കണ്ടെത്താനുള്ള മഹാപ്രയത്നത്തിന്റെ ഭാഗമാകാൻ സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് ISL മത്സരങ്ങളൊക്കെ ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. രാജ്യം സംസ്ഥാനവും ഒക്കെ വിവിധ ഫെഡറേഷന്റെ കീഴിൽ തന്നെ വിവിധ അക്കാദമികളുടെ കീഴിൽ തന്നെ ഇത്തരം പരിശീലനങ്ങൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ടീമുകൾ ഉണ്ടാക്കിക്കൊണ്ട് ISL ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ നമ്മൾ നടത്തുന്നത്. ഇതൊക്കെ ഗുണകരമാകണമെങ്കിൽ ഇവർക്ക് വേണ്ട തരത്തിൽ സ്റ്റാമിന കിട്ടുന്ന മറ്റ് ഇന്റർനാഷണൽ കളിക്കാരോടുള്ള കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമുള്ള ഒരു ശരീര പേശി ബലമുള്ള കായിക ബലമുള്ള നല്ല യുവാക്കളെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഗോദിയ കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കപ്പുണ്ട്. 80 രാജ്യങ്ങളാണ് ആ ഗോദിയ കപ്പിൽ മത്സരിക്കുന്നത്. ഫുട്ബോൾ അക്കാദമികളും അതോടൊപ്പം തന്നെ ഫിഫ അഫിലിയേറ്റഡ് രാജ്യങ്ങളുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 80 രാജ്യങ്ങളിൽ നിന്നുള്ള ഫിഫയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ആ രാജ്യങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ഫുട്ബോൾ അക്കാദമികളുമൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു മത്സരം കഴിഞ്ഞ 2003 സ്വീഡനിൽ വെച്ചാണ് ഈ മത്സരം നടന്നത്. സ്വീഡനിലെ ഗോതർബാഗിൽ വെച്ചാണ് ഈ മത്സരം നടന്നത്. ആ മത്സരത്തിൽ മിനർവ അക്കാഡമി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു അക്കാഡമിയിൽപ്പെട്ട മിനർവ അക്കാഡമിയിലെ കുട്ടികളാണ് ആ ഗോദിയ കപ്പ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ചില ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മിനർവ പോലുള്ള അക്കാദമിക്കുകളൊക്കെ ഇത്തരം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഗോദിയ കപ്പ് നേടാൻ മിനർവ അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിശ്രമം വിജയിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ പരിശ്രമത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഈ ഒരു വലിയ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ മനസ്സിൽ നമുക്ക് വളരെ ഇഷ്ടതാരങ്ങളായിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വലിയ വൈകാട്ടികളായിട്ടുള്ള കുറെ ക്രിസ്ത്യനോ റൊണാൾഡോമാരെ റൊണാൾഡീഞ്ഞോമാരെ മെസ്സിമാരെ പെലെമാരെ മർഡോണമാരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം 48 ടീമുകൾ മാറ്റിവെക്കുന്ന 104 മത്സരമാണ് 2026 ലോകകപ്പിൽ മെക്സിക്കോയിലും കാനഡയിലും
അതോടൊപ്പം തന്നെ അമേരിക്കയിലുമായിട്ട് നടക്കുന്നത്. അതിൻ്റെ മത്സര ആരവം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമുക്ക് മറ്റൊരു മഹാസൗഭാഗ്യമുണ്ട്. കേരളത്തിന് അഭിമാനമായ ഒരു ലോകകപ്പിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളിയായ തഹസിൻ മുഹമ്മദ് എന്ന് പറയുന്ന, ലോകകപ്പിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളിയായ തഹസിൻ മുഹമ്മദ് ഖത്തർ ടീമിന് വേണ്ടി ഇന്ന് ലോകകപ്പിന്റെ മൈതാനിയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ലോകകപ്പിൽ ഒരു മലയാളി, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ലോകകപ്പിൽ, ഫിഫയുടെ ഒരു ലോകകപ്പിൽ ഒരു മലയാളി പങ്കെടുക്കുന്നത്. അതൊരു ചരിത്ര നിമിഷമാണ്, നമുക്ക് അഭിമാനമാണ്, നമുക്ക് സന്തോഷമാണ്. ആ വ്യക്തിയുടെ പേര് തഹസിൻ മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഗോളുകൾ അടിക്കാൻ, കളിയെ നിയന്ത്രിക്കാൻ, അങ്ങനെ ഖത്തറിനെ വിജയിപ്പിക്കാനൊക്കെ സാധിക്കട്ടെ. അദ്ദേഹത്തിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരു പുതിയ ഫുട്ബോൾ സംസ്കാരം, കായിക സംസ്കാരം കൊണ്ടുവന്ന് നമ്മുടെ പുതിയ കുട്ടികളെ വാർത്തെടുത്തുകൊണ്ട് ലോകകപ്പിന്റെ മൈതാനങ്ങളിൽ ദേശീയ പതാക പാറിപ്പറക്കുന്നത് കാണാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.